തക്കാളി സിനിമയിലെ ചില്ലറാന്തൽ വിളക്കേ എന്നുള്ള പാട്ട്. സാധാരണ ചില്ലറാന്തൽ എന്ന് പറയുമ്പോൾ ഈ കൂട്ടിച്ചേർത്ത് ചില്ലു റാന്തൽ എന്ന് പറഞ്ഞാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഇതിലത് എടുത്ത് ചില്ലറാന്തൽ വിളക്കേ എന്നാണ് പാടുന്നത്. അപ്പോൾ ആ ഒരു ഡിസിഷൻ എവിടെ അങ്ങനെ തന്നെ വരണമെന്ന് ലിറിസിസ്റ്റ് പറഞ്ഞതാണോ, മ്യൂസിക്കിന് വേണ്ടി ചെയ്തതാണോ? ആ ഒരു പാട്ടും അതിൻ്റെ ഒരു കോമ്പോസിഷൻ ചില്ലുറാന്തൽ എന്നാണല്ലോ നമ്മൾ പറയുന്നത്. ചില്ലു റാന്തൽ എന്നല്ല, ചില്ലുറാന്തൽ വിളക്കേ. പാട്ടൊരു ബ്യൂട്ടിഫുൾ കോമ്പോസിഷൻ ആയിട്ട് എനിക്ക് തോന്നുന്നു. ഗോപിച്ചന്റെ വൺ ഓഫ് ദി ബെസ്റ്റ്. ആ പാട്ടിന്റെ വിഷ്വലൈസേഷനിലും എന്നുൾച്ചൂടിൽ സദ എന്ന് പറയുന്ന ആ പോർഷനിൽ ദുൽഖർ ഇന്റർവ്യൂവിന് പോകുന്നതും അവിടെ നിന്ന് ജോലി കിട്ടുന്നതും പിന്നെ ലൈഫ് കലി അടങ്ങിയ ഒരു സ്റ്റേജിലേക്ക് പോകുന്നതൊക്കെ വിഷ്വൽ. അതുപോലെ മാണിക്യ ചിറകുള്ള പാട്ടിന്റെയും വിഷ്വല് ബ്യൂട്ടിഫുൾ ആണ്. ഇപ്പൊ സ്വയം പാടിയ പാട്ടുകൾ ഇങ്ങനെ ഗംഭീര വിഷ്വൽസ് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീലിംഗ് എന്തായിരിക്കും? ഞാൻ സത്യസന്ധനോട് പറഞ്ഞ അതിന്റെ കുറ്റം തപ്പി നിൽക്കും. എൻ്റെ ഞാൻ പാടിയത് ഇച്ചിരും കൂടെ അതൊന്ന് ശരിയാക്കൂടാടാ നിനക്ക്. അങ്ങനെയാണ് എൻ്റെ പ്രശ്നം. ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഞാൻ ഭയങ്കര, അതുകൊണ്ട് തന്നെ മാക്സിമം ഞാൻ എൻ്റെ പാട്ടുകൾ കേൾക്കാറോ ഒന്നും ചെയ്യാറില്ല. അല്ലെങ്കിൽ അത്രയ്ക്ക് എനിക്ക് തൃപ്തിയുള്ള പാട്ടുകൾ ചിലത് അത് റെയറാണ്. സാറ്റിസ്ഫാക്ഷൻ ലെവൽസ് 100 ഇല്ല ഒരിക്കലും. അവിടെ ശരിയാക്കാമായിരുന്നു ഇത് മറ്റേ ദേഷ്യമൊക്കെ വരും. പക്ഷേ ചിലപ്പോൾ പാട്ട് ഭയങ്കരമായിട്ട് എത്തിയും കാണും. അപ്പം ഞാൻ ചേടാ ഇതിപ്പം അപ്പം പിന്നെ തൃപ്തിപ്പെടാം. അതുകൊണ്ട് തന്നെ ഞാനങ്ങനെ പിന്നെ ഇടുക്കി ഗോൾഡ് ഓഫ് കോഴ്സ് അതിൻ്റെ ഒരു പ്രത്യേക ഒരു ഫീലാണല്ലോ. അപ്പോൾ ആ വിഷ്വലും ആ പാട്ടുമായിട്ട് എന്തോ ഒരു മാജിക്കാണ് മൊത്തത്തിൽ. അത് എനിക്കൊന്ന് അത് ബ്രില്യൻസ് ഓഫ് ദി ഡയറക്ടർ ആൻഡ് ആഷിഖ് ഏട്ടൻ അത് ബ്യൂട്ടിഫുൾ ആയിട്ട് ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. പിന്നെ ആ പാട്ടിന് മൊത്തത്തിലൊരു നൊസ്റ്റാൾജിയും പിന്നെ ഈ കലിയിലെയും ആ സിനിമയ്ക്ക് അത് കറക്റ്റായിട്ട് തോന്നി. പ്ലേസ്മെന്റ് ഒക്കെ അതൊക്കെ ഒരു സത്യം പറഞ്ഞാൽ അതൊരു അവരുടെ ക്രാഫ്റ്റാണ്. നമുക്കതിലൊന്നും തന്നെ ചെയ്യാനില്ല. ഇപ്പം ഉറുമിയിൽ ആരാണായാലും ഇന്നലകളെ തിരികെ വരുമ്പോൾ 4 വരിയാണ്. പക്ഷെ ആ പടത്തിൽ അത് ഭയങ്കരമായിട്ട് വർക്കായി. അതൊക്കെ അവരുടെ ബ്രില്യൻസ് ആണ് അബ്സല്യൂട്ട്ലി. പിന്നെ ഓഫ് കോഴ്സ് നമുക്ക് നമ്മളുടെ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ അതിനെ ആത്മാർത്ഥമായിട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. ഏത് സിനിമയിലാണ് വരുന്നതെന്ന് പോലും ചിലപ്പോൾ നമുക്ക് ആ സമയത്ത് അറിഞ്ഞുകൊള്ളണമെന്നില്ല. ജസ്റ്റ് ഇങ്ങനെ സാഹചര്യം പറയുമായിരിക്കാം ഒരു ഇങ്ങനെയൊക്കെയാണ് സിറ്റുവേഷൻ, ആ ഫീല് കിട്ടാൻ വേണ്ടി. പിന്നീട് സ്ക്രീനിൽ വരുമ്പോഴാണ് ചിലപ്പോൾ നമ്മൾ ഇത് നമ്മുടെ ശബ്ദം. ചിലത് അങ്ങനെ മാറിപ്പോയത് ഒത്തിരി കേസുകളുണ്ട്. സിനിമയും പാട്ടും ഒക്കെ മാറിപ്പോയ കേസുകളുണ്ട്. നമ്മൾ പാട്ടൊക്കെ പ്രതീക്ഷിച്ചിരിക്കും, പക്ഷെ ചിലപ്പോൾ വേറൊരു വോയിസ് ആയിരിക്കും. പക്ഷെ അതിൽ ഡിസപ്പോയിൻറ്റഡ് ആയിട്ട് കാര്യമില്ലെന്ന് തന്നെയാണ് എൻ്റെ. അത് അവരുടെ ക്രാഫ്റ്റാണ്, അവരുടെ വിഷനാണ്. ആ ശബ്ദം ഇപ്പം അതിൽ ചേരുന്നില്ലെങ്കിൽ അവരത് മാറ്റും. അല്ല നമ്മൾ വിഷമിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. അവരുടെ പ്രോജക്റ്റ് അല്ലേ അത്. നമ്മളതിൻ്റെ ഒരു ഭാഗമാണ്. ഒരു വന്നാൽ സന്തോഷം, വന്നില്ലെങ്കിലും നമുക്ക് വിഷമിക്കാനുള്ള ഒരു റൈറ്റ് ഇല്ല. ഞാനെപ്പോഴും അങ്ങനെയാണ് കാണുന്നത്. വിഷമമാവും എല്ലാ കലാകാരനും. അവർ മനസ്സ് കൊടുത്തൊരു സംഭവം വേസ്റ്റായി പോകുമ്പോൾ അതിൻ്റെ സങ്കടം വരും. പക്ഷെ അൾട്ടിമേറ്റ്ലി ഇറ്റ് ഈസ് ദെയർ കോൾ. ആ മ്യൂസിക് ഡയറക്ടറിൻ്റെയും ആ സിനിമ ഡയറക്ടറിൻ്റെയും കോള് തന്നെയാണത്. പക്ഷേ ഉറപ്പായിട്ടും പ്രൊഫഷണലി കറക്റ്റ് ആയിരിക്കണം എൻ്റെ കാര്യത്തിൽ. അത് ഇല്ലെങ്കിൽ ഞാൻ ശരിക്കും അത് എക്സ്പ്രസ് ചെയ്യാറുള്ള ആളാണ്. അതായത് നമ്മുടെ സമയം, ഓരോരുത്തരുടെയും സമയം വിലപ്പെട്ടത് തന്നെയാണ്. അത് ചെറിയ ആളായിക്കോട്ടെ, അങ്ങനെയൊന്നുമില്ല, ചെറുത് വലുതില്ല. അപ്പോൾ നമ്മളൊരാളെ ഒരു കാര്യത്തിന് ഹയർ ചെയ്യുകയാണെങ്കിൽ അത് ബ്രെഡ് ആൻഡ് ബട്ടറാണ്, അവരുടെയും നിത്യത്തൊഴിലല്ലേ. അപ്പോൾ അതിന് റെസ്പെക്റ്റ് കൊടുക്കാത്ത ഒരു പ്രോസസ്സ് ഞാൻ അപ്രിഷ്യേറ്റ് ചെയ്യാറില്ല. അത് ഞാൻ തുറന്ന് സംസാരിക്കാറുണ്ട്. അങ്ങനെ ഞാൻ ജസ്റ്റ് കാഷ്വലി പറഞ്ഞു വന്നപ്പോൾ വന്നതാണ്. അത് ചെയ്യുന്നതല്ല എൻ്റെ മര്യാദ. അറ്റ്ലീസ്റ്റ് അവരുടെ ടൈമിനൊരു മിനിമം കോമ്പൻസേഷൻ എന്നൊക്കെ പറയുന്നത് അത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഓക്കെയാണ്. അത് ചെയ്യാതെ വരുമ്പോഴാണ് അതൊരു ബുദ്ധിമുട്ട് കൂടുതലായിട്ട് വരുന്നത്.